ഹലോ ഗൈസ്, നമ്മുടെ റിവർ റാഫ്റ്റിംഗിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇവരുടെ ക്രൂ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെന്ന് വെച്ചാൽ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ ഇവര്. പിന്നെ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ആയാലും നമ്മൾ ഹെൽമെറ്റ് വെക്കുമ്പോഴായാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർ വീണ്ടും വന്ന് ഒന്നും കൂടെ റീചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ റാഫ്റ്റിംഗ് ബോട്ടിലേക്ക് കയറ്റുന്നത് കേട്ടോ. പിന്നെ ഈ ഓരോ റാഫ്റ്റിംഗ് ബോട്ടിലും ഇവരുടെ ഓരോ ആൾക്കാർ വീതം ഉണ്ടായിരിക്കും. അവർ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ വീഡിയോയിൽ കാണാൻ പറ്റാത്തത്. അപ്പൊ അവരാണ് ഇതിന്റെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ കുറച്ച് അഡ്വഞ്ചറും കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീഡിയോയില്. അപ്പൊ ഇനി നമുക്ക് റാഫ്റ്റിംഗിന്റെ വീഡിയോയിലേക്ക് ഫുൾ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. Okay, all forward. Forward, forward. Forward, Chata, forward. Stop. Stop, stop, stop. Stop, stop. Good job, team. Good job. Okay, get ready. Okay, all forward. Okay, stop. Okay, all forward, all forward. Okay, stop, get down, get down. Get down, get down, get down, team, get down. Don't worry. Okay, all forward, team, all forward. Forward, fast, fast. Fast, fast, team, fast. Fast, fast, fast. Forward, forward, fast. Stop. Stop. Okay, all forward. Forward, team, forward. Forward, team, forward. Set up, forward. Stop. Okay, all back. All back, team, all back. Stop. Okay, all back. Okay, Alpha. Stop. All forward, team, forward. Stop. Connect. Just hold. Hold. Don't worry. Stop. Okay, stop. Give me your paddle. Take it easy. Take your position. Fast. Take it. Ma'am, take it. Please get in. Take your position. Fast. Ma'am, how was the experience? Super. നേരത്തെ നിങ്ങൾ ഒരാൾ തെറിച്ചു പോണാണ്ടില്ലേ, അത് ഞാനാണ് കേട്ടാ. ശ്രദ്ധിക്കാണ്ട് വീണതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലത്തെ ആള് നമ്മൾക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തുമ്പോ ഗെറ്റ് ഡൗൺ എന്നും പറയുന്നുണ്ടായിരുന്നു, സ്റ്റോപ്പ് എന്നും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ത്രില്ലിൽ എല്ലാവരും ടീം അംഗങ്ങൾ ഫുൾ ത്രില്ലിലായതുകൊണ്ട് ആ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഭാഗ്യത്തിന് ഞങ്ങൾ ആരും കേട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ തലകുത്തി വീണത് കേട്ടാ. നമ്മുടെ ഫ്രണ്ടിലത്തെ ബോട്ടിലത്തെ 4 പേര് അവിടെ വീണിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ് കഴിഞ്ഞാൽ അവരാദ്യം പറയും, നമ്മുടെ ടീം മെമ്പേഴ്സിനോട് പറയും, ഡോണ്ട് പാനിക് എന്ന് പറയും. പാനിക് ആവരുത് നിങ്ങൾ എന്ന് പറയും. കാരണം നിങ്ങൾ തുഴഞ്ഞാൽ അവിടെ എത്തുള്ളൂ എന്നുള്ള രീതിക്കാണ് അവരത് പറയുന്നത്. കാരണം ഞാനിങ്ങനെ ഒഴുകി വരുമ്പോഴേക്കും നമ്മളെ രക്ഷിക്കണല്ലോ. അപ്പൊ ഒന്നും കൂടെ സ്പീഡിൽ തുഴയാൻ പറയും. കാരണം
ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവർക്ക് എത്തിയിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരും കൂടെയുള്ള കൂട്ട പരിശ്രമത്തിൽ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ വീഴുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മൂക്കിൽ കൂടെ ചുട്ടി കൂടെ ഒക്കെ വെള്ളം കയറും, അതൊക്കെ സാധാരണയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ വീഴുന്നതും. ഇങ്ങനെ നീന്തലൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ടീമിലത്തെ 1-2 പേർക്ക് മാത്രമാണ് നീന്തൽ അറിയാവുന്നത്. എനിക്കൊന്നും ഒട്ടും അറിയില്ല, വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങാത്ത ഒരാളാണ്. പക്ഷെ അങ്ങനെ വീണപ്പോഴായാലും ഭയങ്കര ടെൻഷനായി പോയി. പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു പോവോ എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു. കാരണം ചുറ്റും വെള്ളം, നമ്മൾ വേറെ ആരെയും കാണുന്നില്ല, നമ്മുടെ ബോട്ട് കാണുന്നില്ല, ആൾക്കാരുടെ സൗണ്ട് കേൾക്കുന്നില്ല, ഇവര് പോയോ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പേടിച്ച അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. അതിപ്പോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും പേടിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാലും നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് എപ്പോഴും നമ്മുടെ ബോട്ടിലത്തെ ആ അമരക്കാരൻ എപ്പോഴും ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. കാരണം ആ ഒരാളുടെ പ്രയത്നം കൊണ്ടാണ് എല്ലാവരും, ഇപ്പം വേറെ ബോട്ടിൽ നിന്ന് പോയവരായാലും രക്ഷപ്പെട്ടതൊക്കെ അവരെ കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ്. കാരണം എല്ലാവരും ഒന്ന് ഡൗൺ ആയ സമയത്ത് നമ്മുടെ ടീമിനെ എല്ലാവരും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയി. പിന്നെ ഇത് കഴിഞ്ഞപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു എനിക്കാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടിയത്. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ ആ എക്സ്പീരിയൻസ് തുടക്കത്തിലായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് അധികം പറ്റിയില്ല. കാരണം എന്റെ ചവിട്ടിക്കൂടെ ഒക്കെ വെള്ളം വിട്ട് ഫുള്ള് ചെവി വേദന എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ബാക്കിയുള്ള ആസ്വാദനം കുറച്ച് എനിക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഭയങ്കര എനർജിയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു അടിപൊളി സംഭവമാണിത്. വീണ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പേടിക്കണ്ട, നമ്മൾ അവരുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. പ്രതീക്ഷിക്കാത്ത അത്ര നല്ല മഴ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ടെൻഷനായി. കാരണം ഇനി റിവർ റാഫ്റ്റിംഗ് ക്യാൻസൽ ആവോ, അല്ലെങ്കിൽ വെള്ളം കൂടിയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ആലോചിച്ചു പോയി. പക്ഷേ ഇത് തുടങ്ങേണ്ട സമയമായിപ്പോ മഴയൊക്കെ പോയിട്ട്. അപ്പൊ ഇത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും മഴയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. നല്ല രീതിക്ക് തന്നെ കാര്യങ്ങളൊക്കെ പോയിട്ടാ. നിങ്ങൾ ഈ റിവർ റാഫ്റ്റിംഗ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുക റെയിനി സീസൺ ചൂസ് ചെയ്യണതായിരിക്കും കേട്ടോ. കാരണം അപ്പൊ ശരിക്കും ഇതിൽ കുറച്ചും കൂടെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ നിങ്ങൾ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു മാസങ്ങളിലായിട്ട് പോവാൻ നോക്കുക. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യാം. പിന്നെ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തന്നെ പ്രീ ബുക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഇവിടുത്തെ സ്ലോട്ട് നമുക്ക് കിട്ടുള്ളൂ. ഡെയിലി 4 സ്ലോട്ട് വീതമാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അനുസരിച്ച് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന് പോവാനായിട്ട്. പിന്നെ ഞാൻ വീണതിന് ശേഷം ഞാൻ നോക്കുമ്പോ ആരുടെയും കണ്ണ് നേരെയല്ല, എല്ലാവരുടെയും കണ്ണ് എന്റെ മേലാണ്. ഞാൻ അവിടെ ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എപ്പോഴും. എല്ലാവർക്കും വീണ്ടും ടെൻഷനായി, വീണ്ടും ഞാൻ പോയാലോ എന്ന്. പക്ഷെ വീണ്ടും പോയില്ല. പിന്നീട് ഞാൻ പിടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ യാത്രയുടെ അവസാനം വരെ ഞാൻ ആ സീറ്റിൽ നിന്ന് അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. Karnataka, Kasaragod. 2 ജില്ലയും ഒരു സ്റ്റേറ്റും, കർണാടക, കാസർഗോഡ്, കണ്ണൂർ, അതിന്റെ സംഗമ ഭൂമിയാണ് ഇപ്പൊ നമ്മളവിടെ കണ്ടത്. വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ മാറിയ സമയത്ത് ആള് ഞങ്ങളോട് പറഞ്ഞു എല്ലാവരോടും വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ. കേട്ട വഴിക്ക് ആദ്യം ചേട്ടൻ എടുത്ത് ചാടി. പിന്നീട് ബാക്കി എല്ലാവരും പതുക്കെ ഓരോരുത്തരായിട്ട് ചാടി കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ ഉണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒഴുക്കില്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മളെല്ലാവരും അവരിറക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏരിയയില്. അപ്പൊ എല്ലാവരും പതുക്കെ ചാടാണ്. എല്ലാവരും ചാടി കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചാടണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാവരും കൂടെ ഇറങ്ങണം കണ്ടപ്പോ എനിക്കും കൊതിയായി. അങ്ങനെ ഞാൻ ഇറങ്ങിട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ടോ. വെള്ളത്തിലെല്ലാം ഒരുപോലെ എടുക്കുക, അങ്ങനത്തെ നമുക്ക് ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നു കേട്ടോ ആള്. എന്തായാലും ഈ ഒരു സെഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വേഗം ചെയ്യണം. കാരണം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ട്. അപ്പൊ ഇനി ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ്ടും ഒഴുക്കുള്ള സ്ഥലം വരും. അപ്പൊ അതിനേക്കാളും മുന്നേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ ആള് നമ്മളോട് വേഗം ചെയ്യാനായിട്ടോ പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തു കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. Look at the camera. അങ്ങനെ ചാടി എല്ലാവരെയും പിടിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും ബോട്ടിലേക്ക് ഇട്ടിട്ടു. അപ്പോഴുണ്ട് വിനീതണ്ണ രമേശേട്ടൻ കാണാനില്ല. അവര് വേറെ എവിടേക്കോ നീന്തിപ്പോയി. ലാസ്റ്റ് അവരേനും കൂടെ വലിച്ചു കയറ്റിട്ടോ. എന്നിട്ട് നമ്മള് പോവാണ് ഇനി ഇവിടുന്ന്. ഇനി നമുക്ക് ഒഴുക്കുള്ള സ്ഥലത്തറിയാം. അപ്പൊ വീണ്ടും വേഗം എന്ന് പറയുന്നുണ്ട് ആള്. അപ്പൊ നമ്മളെല്ലാരും കൂടെ കേറി സെറ്റായി. ഇനി വീണ്ടും നമ്മള് യാത്ര തുടങ്ങായിട്ടോ.
Okay, all forward. ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ഈ റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് ലാസ്റ്റ് നമ്മുടെ എൻഡ് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ജിൻ ചേച്ചിയും കുഞ്ചൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. ഇവിടെ ചായ ഉണ്ടായിരുന്നു, ചായ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ. വീണു, ഞങ്ങളുടെ ടീമിൽ ഞാൻ മാത്രം വീണോളൂ കേട്ടോ. വീഴുമ്പോ തന്നെ ശരിക്കും പറയാം മരിച്ചു പോകുന്ന പേടി. താഴേക്ക് പോവാ, പിന്നെ മേലേക്ക് വരിക, മറയുക, ചെവിട്ടിൽ വെള്ളം, മൂക്കിൽ കൂടെ വെള്ളം, വായയിൽ കൂടെ വെള്ളം. അയ്യോ ശരിക്കും പേടിച്ചുട്ടാ. പക്ഷെ കുഴപ്പമില്ല, ചെറുതായിട്ട് പേടി. ഓക്കെയാണ്. എന്തായാലും വൺ ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. മരണം നേരി കണ്ടു മരണം. ഇറ്റ്സ് ഗുഡ്, നൈസായിരുന്നു. താങ്ക് യു ഫോർ സേയിങ്. എന്നിട്ട് എനിക്ക് വേറെ എക്സ്ട്രാ എക്സ്പീരിയൻസ് കിട്ടുന്നവരാണ്, വേറെ ആർക്കും കിട്ടാത്തത് എനിക്ക് കിട്ടി. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഓക്കെ എക്സ്പ്രസ് പിടിച്ച് ഞങ്ങൾ ഷൊർണൂർക്ക് വണ്ടി കയറിട്ടോ. തിരിച്ചു വരുമ്പോ രാവിലെ വന്ന ഉഷാറൊന്നും ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും ചത്ത പോലെയായിരുന്നു. അങ്ങനെ ഇതാ തിരിച്ച് ഞങ്ങള് കാറിലൊക്കെ കയറി സാവധാനം അങ്ങനെ വീട്ടിലെത്തിട്ടോ. അപ്പൊ നമ്മുടെ റാഫ്റ്റിങ്ങിന്റെ ട്രിപ്പ് എക്സ്പീരിയൻസ് ഇവിടെ കഴിയാണ്.